ദീപുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. ദീപുവിന്റെ ബർത്ത്ഡേക്ക് ദീപുവിനെ തന്നെ വിളിച്ചോണ്ട് കേക്ക് മേടിക്കാൻ പോവാ. ദീപു തന്നെ മേടിച്ചില്ലേ കേക്ക്? അപ്പൊ കേക്ക് വേൾഡിൽ പോവാം. അങ്ങനെ ഞങ്ങൾ കേക്ക് വേൾഡിലെത്തി. കേക്ക് സെലക്ട് ചെയ്തു. ദീപുവിന് ഇഷ്ടപ്പെട്ട ഒരു വാനില ഫ്ലേവേർഡ് കേക്ക് തന്നെ മേടിച്ചു. അപ്പം സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്ക് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഗിഫ്റ്റ് കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടാണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത്. എൻ്റെ കൈ കണ്ട് കളർ പിടിച്ച് ഒട്ടിച്ചു. എന്നെ സഹായിക്കാൻ ദേവക്കുട്ടിയുണ്ട്. ദീപക്കാവിൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണോ? ദീപക്കാവൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെർഫ്യൂമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ ദീപ് കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞ പെർഫ്യൂമാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇവിടെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ റാപ്പ് ചെയ്ത് ഇത് നേരത്തെ കിട്ടിയൊരു ഗിഫ്റ്റിൻ്റെ സാധനം എടുത്തു വെച്ചതാണ്. യെസ്. ദീപു ഹാപ്പി ബർത്ത്ഡേ. 12 മണിയായി അല്ലേ? 12 മണിക്ക് കിടന്ന് ഉറങ്ങത്തില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ വരാ. ഹാപ്പി ബർത്ത്ഡേ വരാ. ഹാപ്പി ബർത്ത്ഡേ വരാ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Thank you. കുഞ്ഞിന് വേണോന്ന് ഹാപ്പി ബർത്ത്ഡേ. Gift. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് എപ്പോഴേ തോന്നുന്നു മനസ്സിലാവുന്നില്ല. മാക്കൊക്കെ എഴുതിയില്ലേ? Oh God. Happy birthday Deepak Kumar. ഹാപ്പി ബർത്ത്ഡേ സ്റ്റെപ്പ് ഉള്ള കാർഡ്. ഇത് കണ്ടാ എന്താണ്? എന്താ ഗസ്? പെർഫ്യൂം ആണെന്ന് മനസ്സിലായി. പെർഫ്യൂമാ? ഇല്ലേ? ഇത്ര കനമുള്ള സാധനം. വെയിറ്റ് കണ്ടിട്ട് പിന്നെ ഒരു ഐഫോണാന്നൊക്കെ ഗസ് ചെയ്തൂടെ? ഐഫോൺ ആവാനൊന്നും വഴിയില്ല. ഇത്രയും വെയിറ്റ് ഒന്നും കാണത്തില്ല. ബെല്ലാവിറ്റ ഓഷ്യനാണോ? ബെല്ലാവിറ്റ ഓഷ്യൻ. ബെല്ലാവിറ്റ ഓഷ്യൻ. You guessed it right. കറക്റ്റായി. സത്യത്തിൽ ഞാൻ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞാനത് ജസ്റ്റ് മിസ്സായി പോയതാ. ഞാൻ മറ്റേത് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ അല്ല മറ്റേത് ബെഡ് കവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് വിട്ടുപോയതാ. അത് പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് നോക്കിയത്. പിന്നെ അപ്പം പിന്നെ എന്തായാലും ഒരുമിച്ച് ചെയ്തില്ല. എന്നാൽ പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞിട്ട് നോക്കാനായിട്ട് വിട്ടേക്കുമായിരുന്നു. ആ എന്താ മോള് വാ, മോള് നോക്കേ. ഇതാണ് അച്ഛനെ കിട്ടിയ പ്രസന്റ്. കണ്ടോ? കൊള്ളാം. ഭയങ്കര ലുക്കല്ലേ? ആക്ടിങ് അടിപൊളി.
ക്ലോത്താ അത് മാത്രമല്ല ഇതിന്റെ മണമാണ് നോക്കട്ടെ. എനിക്ക് തലവേദന. ദീപുവിന് ഞാൻ പ്ലാൻ ചെയ്ത സ്പെഷ്യൽ ഗിഫ്റ്റ് നാളെ വരാൻ പോകുന്നതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. എന്തിനാ ഫ്രണ്ട്സാ, ഞാൻ ഓർഡർ ചെയ്തില്ലായിരുന്നു. പിസ്സ അയ്യോടാ, This is a real gift. Happy birthday. എന്നെ പിസ്സ ഉണ്ടാക്കി കഴിക്കാം. ഇത് കണ്ടായിരുന്നു, ഞാൻ മേടിക്കായിരുന്നല്ലേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഇതാണ് നിങ്ങളുടെ ശരിക്കുള്ള ഗിഫ്റ്റ്. ഇതായിരുന്നു എൻ്റെ യെസ്. മറ്റേത് ബർത്ത്ഡേക്ക് സാമ്പിൾ ആയിരുന്നു. ആക്ച്വലി ഡിലേ ആയിരുന്നു. 12-ാം തീയതി ആയിരുന്നു. ഞാൻ ഇപ്പോൾ എത്തൊന്നും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് അവരെത്തിച്ചു. എന്നാവാ അല്ല, അത് റിയൽ ആയിരുന്നു. ഇതെന്താ കുഞ്ഞാക്കല്ലതാ? ദീപക് മാമനുള്ള ഗിഫ്റ്റ്. ദീപക്കാണ്. ഞാൻ വിചാരിച്ച വീണ്ടും ദീപക്കാമൻ മുമ്പ് പെർഫ്യൂം ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ല, അതാണ് ഞാൻ വിചാരിച്ചത്. സംഭവം മനസ്സിലായില്ല. ഇത് ഇറ്റലിയിൽ നിന്ന് വന്ന സാധനം. ഇറ്റലിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, ഇന്ത്യയിലല്ല. ഐഫോൺ പോലെ ഉണ്ടല്ലോ. ഇത് പിസ്സ സ്റ്റോൺ. പിസ്സ സ്റ്റോൺ. സ്റ്റോണാ? ആഹാ, നൈസ്. മോൾ എഴുന്നേറ്റ് മോളിനാട്ടെ. എനിക്ക് ഗിഫ്റ്റിനെന്തോ അത് കാണാനാണ് കറക്റ്റ് സമയത്ത് തുറന്നു നോക്കാം. ഇതിലാ സാധനം. ഇത് മതി. Here is our Unicaru. For pizza making. എന്താന്ന് മനസ്സിലായതേ ഉള്ളൂ. ഓ മനസ്സിലായി. മറ്റേ പിസ്സ ഉണ്ടാക്കുന്ന സാധനല്ലേ? എത്ര അരിയാ? എന്താ സാധനമാ? അതെന്താ? ഹാൻഡില്. ഹാൻഡിലാ? ഇതിങ്ങനെ അടച്ചു വെക്കുന്നത്. അടയ്ക്കാനാ. അടപ്പാ?
ഇനി അടുത്തത് നോക്കട്ടെ. ഇത് ഇങ്ങനെ വെച്ചാണ് പിസ്സ ഉണ്ടാക്കണേ. എന്നിട്ടാണ് വിറക് വെക്കണേ. ഇതെന്താന്ന് പറയോ, 60 സെക്കൻഡിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. അപ്പൊ സിമ്പിളാ. 90 സെക്കൻഡിലാണ് ഒരു പിസ്സ ഉണ്ടാകുന്നത്. ഇത് ഹൈ ഹീറ്റ് റേറ്റേജ് ചെയ്യും. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള യഥാർത്ഥ സ്വിച്ച് ഉണ്ട്. ഗ്യാസ് വഴി ഉണ്ടാക്കാം. ദീപക്കമ്മൻ ഇതൊക്കെ എവിടെയൊക്കെ പഠിച്ചതാ? യൂട്യൂബിൽ നോക്കിയാ? ഇത്ര ഉള്ള ഇത്രയും ചെറുതാ. നോക്കണേ. ഞാൻ വിചാരിച്ച ഇത്തിരി കൂടെ വലുതാണെന്നാ. എവിടെ ഓട്ടം ഉണ്ട്? വലിയ ബോക്സ് ആണെന്ന് വിചാരിച്ചപ്പോ. ഇതിനകത്തുണ്ട് ഇനി ഒരു ചെറിയ ചിമ്മിനിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടോ? അതിൽ സാധനങ്ങളുണ്ട്. ഫുഡൊക്കെ വെക്കാനുള്ള ട്രേ. ബുദ്ധൊക്കെ ഗ്യാസ് വെക്കാനാണെങ്കിൽ അതിന് വേറെ ഫിറ്റിംഗ് സെപ്പറേറ്റ് ആയി വരും. ഗ്യാസ് വരത്തില്ല. ഇതിലെ കൂടെ വെക്കണ്ടേ? അയ്യോ ആ ഫാനുണ്ട്, വിയർത്ത് ഒഴുകുന്നു. ഇത് എവിടെ വെക്കാം? ഇത് കണ്ടോ? ഇട്ട് കൊടുക്കാം. തീയിട്ടിട്ട് ചനലോ അടിക്കണം. അല്ലെങ്കിൽ വുഡൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ചിമ്മിയാ പുക പോവാനുള്ള ഇത് പോകാം. ഈ വീടിന്റെ മുകളിലൊക്കെ. ആ സാധാരണ ഒരു ബോക്സ് പോലെ അല്ലേ ഇരിക്കണേ? അങ്ങനെ ഉണ്ടോ? ചളിങ്ങിരിക്കണ. ഇവിടെ ഫിറ്റാം. നല്ല ഇരിക്കത്തുള്ളൂ. ഇനിയുണ്ട് അതിനകത്ത് അടപ്പ. ഇതിന്റെ മേളിൽ ഊണി. അതിനകത്ത് പടം ഇത് കാണിച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാത്ത സമയത്ത് അടയ്ക്കാം. പൊടി കയറാതിരിക്കാനാ. ചിമ്മിനി അല്ലല്ല, ചിമ്മിനി യൂസ് ചെയ്ത് ഗ്യാസ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് അടയ്ക്കാം. ഗ്യാസ് എവിടെ വെക്കണേ? ഗ്യാസ് വേറെ കണക്ഷൻ ചെയ്യാൻ അത് വെക്കാം. ഗ്യാസ് വെക്കുന്നത് വേറെ സാധനം ചെയ്യാം. അതെന്താ രണ്ട് ഹുക്ക്? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പുക പോകുന്നതൊക്കെ എന്തിനാ? ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെമ്പറേച്ചർ കൺട്രോൾ. ഇത് ഫുൾ തുറന്ന് വെച്ചാൽ മാക്സിമം ടെമ്പറേച്ചർ കിട്ടും. ഇവിടെ നോക്ക്. അടപ്പ് അടപ്പ് തുറക്കാം. അപ്പോൾ എയർ ഫ്ലോ ഉണ്ടാവും, കൂടുതൽ തീ വരും. ഇപ്പൊ ഒരുപാട് തീ വരുവാണെങ്കിൽ ഇത് തുറന്നിടും അല്ലേ? ഒരുപാട് മാക്സിമം. ഒരാള് നോക്കിയിരിക്കുന്ന അതിനകത്ത് തന്നെ. നടക്കത്തില്ല, നടക്കുന്നതല്ല. ഇവിടെ ഇങ്ങനെ ഇറങ്ങിട്ട് കൊടുക്കാം. കുഞ്ഞാമി ക്യാമറ നോക്കി ഒരു ചിരിച്ചു. നിനക്കെന്താ നിനക്ക് വേണോ? പിസ്സ വേണോ? സീറ്റിംഗ് ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ഡൺ. യേ ടവർ. പരിശോധിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ പറ. ഇത് ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റാണ്. ഷാർപ്പുണ്ട്, ഷാർപ്പുണ്ട്. അത് പിടിക്കണം നമുക്ക്. അങ്ങനെ പിസ്സ പിസ്സ ബുക്ക്. പിസ്സ ഉണ്ടാക്കുന്ന ബുക്ക് കിട്ടി. വെയിറ്റ് ഉണ്ടല്ലേ? നല്ല കിട്ടും. എന്താ കിട്ടിയതെന്ന് ഉണ്ട്. ഞാനും അല്ല. ഇതെങ്ങനെയാ ഫിറ്റ് ചെയ്യണ്ടേന്നൊക്കെ. ഇത് ഉണ്ടാക്കുന്നതല്ലേ? പിസ്സ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തൊക്കെ തള്ളിയിട്ട് ഇതാണ് ദീപക്കമ്മയുടെ ഫിറ്റിങ്സ്. ഫിറ്റിംഗ് നമുക്കറിയാലോ. ടൂൾസ് ഫോർ കുക്കിംഗ്. 5 ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ.
വാറണ്ടി ഉണ്ടല്ലേ? ആ. 5 years. പ്രോഡക്റ്റ് only not a warranty. 60 days. മാനുവൽ അല്ലേ? ഓൾറെഡി ഡൺ. ക്വാളിറ്റി അല്ലേ? ഈ സാധനം ഈ ബുക്കിന്റെ അകത്ത് വെച്ച് പിസ്സ റെഡി ആയി കിട്ടും. നന്നായിട്ട് തീ കൊടുത്താൽ മതി, അപ്പൊ ചിലപ്പോ വരും. നിനക്ക് ആ പിസ്സ തരാട്ടാ. വേണ്ട. നമുക്ക് പിസ്സ, റിയൽ പിസ്സ ഉണ്ടാക്കാം. നാളെ ഉണ്ടാക്കി തരോ? ഉണ്ടാവോ? ദീപക്കമ്മ നാളെ ഉണ്ടാക്കി തരോ? നാളെയല്ല, അമ്മയൊക്കെ ഉള്ള സമയത്ത്. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ എന്താ, നമ്മൾ ഉണ്ടാക്കും. ഇതിൽ വരുമെന്ന് ഉറപ്പാണ്. ഉണ്ടാക്കി നമ്മൾ സെറ്റാക്കും. വാങ്ങിയിട്ട് വെച്ചേക്കില്ല, ഉണ്ടാക്കണം. ഉണ്ടാക്കി നമ്മൾ ശരിയാക്കും. ഓക്കെ, അപ്പോൾ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് കാണാം അല്ലേ? എങ്ങനെ ഉണ്ടാവും? താങ്ക് യു. ബൈ ബൈ.